കുഞ്ഞുസിനെയും മെട്ടിനെയൊക്കെ കൂട്ടിലാക്കിയ ശേഷം നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ. ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് ബീച്ചിൽ നിന്നുണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബീച്ചിൽ വരുമ്പോൾ ഇതുപോലെ സ്ത്രീകളെയും കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് കളിപ്പാട്ടങ്ങൾ വിൽക്കുകയും പൈസ ചോദിക്കുകയും ഭക്ഷണം ചോദിക്കുകയൊക്കെ ചെയ്യും. നേരത്തെ ഒരു കുട്ടി വന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ നമ്മൾ പഴംപൊരി വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോൾ ഈ സ്ത്രീ വന്ന് നമ്മളോട് കാശ് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുടെ കയ്യിൽ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചിട്ട് ആളെ അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങി കേട്ടോ. ഓങ്ങിയതും ആളാളെ പാട്ടിന് പോയി. പക്ഷേ നിങ്ങൾ ഈ ബീച്ചിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതുപോലുള്ള ഒരാളൊന്നല്ല, ഒരുപാട് ആളുകളുണ്ടാവും. നമ്മുടെ കൂടെ അധികം കുട്ടികളും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലത്തെ ആളുകളായിട്ടൊന്ന് ഇടപെടുക കേട്ടോ. ഇതിനിടയിൽ പ്രണയം പോയിട്ട് നല്ല അടിപൊളി കല്ലുമ്മക്കായും കാടമുട്ടയും മാങ്ങയൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ആളിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആകസ്മികമായിട്ട് ഞങ്ങൾ അവളെ തൂക്കിയെടുത്തിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കല്ലുമ്മക്കായും കാടമുട്ടയൊക്കെ അവൾ വാങ്ങിച്ചു തന്നു. അതുപോലൊന്നും നമ്മൾ നിർത്തിയിട്ടില്ല. പിന്നെ സേപ്പൂരിയും പാനിപ്പൂരിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കഴിക്കുന്ന പാനിപ്പൂരിൻ്റെയും സേപ്പൂരിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാവരും ഒത്തൊരുമിച്ച് അതും സ്ട്രീറ്റിലിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കുമല്ലോ. ആ ഒരു രസം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ.